ഹായ്, നമുക്കിനി ആറ്റത്തിൻ്റെ ബാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് പ്രോട്ടോൺസ്, എന്താണ് ഇലക്ട്രോൺസ്, എന്താണ് ന്യൂട്രോൺസ്, എല്ലാം നമ്മൾ പഠിച്ചു. എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം. കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിലെ ഇലക്ട്രോൺസ് ആണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എന്താണ്? മൂവിങ് പാർട്ടിക്കിൾസ്. ആറ്റത്തിലെ മൂവിങ് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ആണ് നമ്മളുടെ ഒരു സബ്സ്റ്റൻസസിലെ കെമിക്കൽ പ്രോപ്പർട്ടിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഞാൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു അല്ലേ? ന്യൂക്ലിയസ് എന്താ? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആറ്റത്തിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററിലാണുള്ളത്. ആ സെൻറ്റർ പോർഷനെ, പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങുന്ന സെൻറ്റർ പോർഷനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിൻ്റെ നമ്പറിനെയാണ് ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അഥവാ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക സംഖ്യ, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക സംഖ്യ അഥവാ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അതുപോലെ തന്നെ മാസ് നമ്പർ. മാസ് നമ്പർ എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ടോട്ടൽ നമ്പറാണ് മാസ് നമ്പർ എ. അറ്റോമിക് നമ്പറും ഉണ്ട് ആറ്റത്തിന്, മാസ് നമ്പറും ഉണ്ട്. അറ്റോമിക് നമ്പർ എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണിൻ്റെ അളവും നമ്പേഴ്സും. മാസ് നമ്പർ എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ടോട്ടൽ നമ്പറുമാണ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറിനെ ഡിനോട്ടഡ് ബൈ ഇസഡ്, മാസ് നമ്പറിനെ ഡിനോട്ടഡ് ബൈ എ. ഒരു ആറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ 10⁵ ടൈംസ് ബിഗർ ആയിരിക്കും. ആൻ ആറ്റം ഈസ് ബിഗർ ദാൻ ഇറ്റ്സ് ന്യൂക്ലിയസ് ബൈ 10⁵ ടൈംസ്. ഇനി ഇലക്ട്രോൺസ് ആറ്റത്തിലെ മൂവിങ് പാർട്ടിക്കിൾസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഒരു ഫിക്സഡ് സർക്കുലർ പാത്ത് ഉണ്ട്. ഈ ഫിക്സഡ് സർക്കുലർ പാത്ത് എന്നെ പറയുന്ന പേരാണ് ഓർബിറ്റ്. എ ഫിക്സഡ് സർക്കുലർ പാത്ത് ഓൺ വിച്ച് ഇലക്ട്രോൺസ് മൂവ് എറൗണ്ട് ഈസ് കാൾഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഫിക്സഡ് സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. ഈ ഓർബിറ്റ് എന്ന് പറയുന്നത്, ഈ ഓർബിറ്റ് അതായത് ഫിക്സഡ് സർക്കുലർ പാത്ത് അല്ലേ, അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസ് ഫോളോ ചെയ്യുന്ന ഓർബിറ്റ് ഉണ്ടല്ലോ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിൻ്റെ ആ ഒരു സർക്കുലർ പാത്ത് ഓർബിറ്റ്. ആ ഓർബിറ്റിനെ പറയുന്ന പേര്, മൊത്തത്തിൽ പറയുന്ന പേരാണ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആ ഓർബിറ്റൽ പാത്തിനെ പറയുന്ന പേരാണ് ഷെല്ല്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആ സർക്കുലർ മൂവ്മെൻറ്റിൻ്റെ പറയുന്ന ആ പാത്താണ് എന്താണ്? ഓർബിറ്റ്. ആ ഓർബിറ്റിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഷെല്ല്. ഒരു ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 2n⁻² ആണ്. ഇതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഷെൽസ് ആണ്. എത്ര നമ്പർ ഓഫ് ഷെൽസ് വേണമെങ്കിലും കാണാം ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ ഈസ് 2n⁻². ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ പി ഓർബിറ്റൽ. പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 4 ഓർബിറ്റൽസ് ആണുള്ളത്. എസ് ഓർബിറ്റൽസ്, പി ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽസ് ആൻഡ് എഫ് ഓർബിറ്റൽസ്. പി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്ത്, ഇലക്ട്രോൺസിൻ്റെ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്ത്. ആ ഇതിനെ ഷെല്ലെന്ന് പറയുന്നു അല്ലേ? അതിൻ്റെ ചുറ്റുമുള്ള ആ ഓർബിറ്റിനെ ഷെല്ലെന്ന് പറയുന്നു. ഈ ഷെൽസിനെ സബ്ഡിവൈഡ് ചെയ്യും. ഷെൽസിനെ സബ്ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഷെൽസിൻ്റെ സബ് ഡിവിഷൻസിന് ഓർബിറ്റൽസ് എന്ന് പറയും. അത് പി ഓർബിറ്റൽസ് ഉണ്ട്, എസ് ഓർബിറ്റൽസ് ഉണ്ട്, ഡി ഓർബിറ്റലുണ്ട്, എഫ് ഓർബിറ്റലുണ്ട്. ഈ പി ഓർബിറ്റലിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ പി ഓർബിറ്റലാണ് 6. ഇനി ഇലക്ട്രോൺസിന് ഡ്യുവൽ നേച്ചറാണെന്ന് പ്രപ്പോസ് ചെയ്തത് ആര്? ലൂയിസ് ഡി ബ്രോഗ്ലി. ഡ്യുവൽ നേച്ചർ, ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ട് അല്ലേ? ആ പാർട്ടിക്കിൾ നേച്ചറും അതുപോലെ 2 നേച്ചറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചറിനെ പോലെ തന്നെ ഇലക്ട്രോൺസിന്, പ്രോട്ടോൺസിന്, ന്യൂട്രോൺസിന് എല്ലാം ഡ്യുവൽ നേച്ചേഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് ഡ്യുവൽ നേച്ചറുണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലിയാണ്. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് IH ജെർമറാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡ്യുവൽ നേച്ചർ പ്രപ്പോസ് ചെയ്തത് ലൂയിസ് ഡി ബ്രോഗ്ലിയും ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് IH ജെർമറുമാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് വാസ് പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ഡി ബ്രോഗ്ലി. ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ വാസ് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ബൈ IH ജെർമർ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ
ഇലക്ട്രോൺസിൻ്റെ മൊമെൻറ്റവും പൊസിഷനും സൈമൾട്ടേനിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഇമ്പോസിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആദ്യമായി മുന്നോട്ട് വെച്ചത് വെർണർ ഹെയ്സൻബർഗ് ആണ്. ഇത് ഇത്രയുമാണ്. ഇതിനകത്ത് നമുക്ക് ഓരോരുത്തരുടെ പേര് പഠിക്കാനുള്ളത് ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ പ്രൊപ്പോസ് ചെയ്തത് ലൂയിസ് ഡി ബ്രോഗ്ലിയും അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് IH ജെർമറും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചത് വെർണർ ഹെയ്സൻബർഗും ആണ്. ആറ്റത്തിൻ്റെ സെൻട്രൽ പോർഷനാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും അടങ്ങിയ ന്യൂക്ലിയസ് അല്ലേ. ഇനി ന്യൂട്രോൺസ് ഇല്ലാത്ത ആറ്റം വിത്തൗട്ട് ന്യൂട്രോൺ, അതാണ് ഹൈഡ്രജൻ അഥവാ പ്രോട്ടിയം. ഹൈഡ്രജൻ അല്ലെങ്കിൽ അതിനെ പ്രോട്ടിയം എന്നാണ് പറയുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റത്തിനെ പ്രോട്ടിയം എന്നും പറയും. അപ്പോൾ യൂണിറ്റ് ഓഫ് മെഷറിംഗ് മാസ് ഓഫ് ആൻ ആറ്റത്തിൻ്റെ മാസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാ? അറ്റോമിക് മാസ് യൂണിറ്റ്, AMU. ദ എലമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU എന്താണ്? കാർബൺ 12. ഇത് ഇത്രയാണ് ആറ്റത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്.